പൂർണ്ണമായും വർഗവഞ്ചനയാണ് അവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഒരു തരത്തിലും ആ തരത്തിൽ വഞ്ചന കാണിക്കേണ്ടവരല്ല അവർ. പാർട്ടി വിട്ടുപോയ നേതാക്കൾ കാട്ടിയത് വർഗവഞ്ചനയെന്ന് മുഖ്യമന്ത്രി. ഇതുകൊണ്ടൊന്നും CPM-നെ പോർലേൽപ്പിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ BJP-യെ അങ്ങനെ സ്വീകരിക്കില്ല. അതിന്റെ പ്രതികാരമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി. കേരളം അവരെ സ്വീകരിക്കുന്ന ഒരു നാടല്ല. കേരളത്തിലെ ജനങ്ങൾ അവരെ സ്വീകരിക്കുകയുമില്ല. അതിന്റെ പ്രതികാര ബുദ്ധിയാണ് അവർ കേരളത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണിക്ക് അപ്രതീക്ഷിത സ്ഥാനാർത്ഥി. നടൻ സുധീർ കരമന സ്ഥാനാർത്ഥിയാകും. ഇടത് സ്വതന്ത്രനായ സുധീറിനെ മത്സരിപ്പിക്കാൻ ധാരണ. CPM-മായി ദീർഘനാളത്തെ ബന്ധമാണുള്ളതെന്ന് സുധീർ ന്യൂസ് 18നോട്. സീറ്റ് നിർണയം പൂർത്തിയായതോടെ കളം നിറഞ്ഞ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. പ്രചാരണ രംഗത്ത് സജീവമാകാൻ K. സുധാകരൻ. സീറ്റ് കിട്ടാത്തവരുടെ അതൃപ്തി പരിഹരിക്കാൻ തീവ്ര ശ്രമം. ചില ചാനലുകൾ AKG സെന്ററിൽ നിന്ന് പണം പറ്റി കോൺഗ്രസിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ക്രൂരതയെന്ന VD സതീശൻ. നിങ്ങൾ കോൺഗ്രസിനോട് ഇത്ര ക്രൂരത കാണിക്കരുത്. അത് AKG സെന്ററിൽ നിന്ന് ഞാൻ പറയാണ്, പണം പറ്റുന്ന ചില ചാനലുകൾ കൂടി ആ കൂടെ ഉണ്ട്. അതിന്റെ കൂടെ മുഖ്യധാരാ ചാനലുകൾ കൂടരുത്. BJP-യുടെ താരപ്രചാരകരായ പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേരളത്തിലേക്ക്. കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രചാരണത്തിനെത്തും. തിരുവനന്തപുരത്ത് കരമന ജയൻ BJP സ്ഥാനാർത്ഥി. കോവളത്ത് TN സുരേഷും. ചിറയൻകീഴിൽ BS അനൂപ് മത്സരിക്കും. പിണറായി വിജയനെ പിന്തുണച്ചുള്ള പ്രസ്താവനയിൽ വിശദീകരണവുമായി G. സുധാകരൻ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായാൽ സന്തോഷം, പക്ഷേ ജനം LDF-ന് വോട്ട് ചെയ്യില്ല. അമ്പലപ്പുഴയിൽ പ്രചാരണത്തിന് തുടക്കമിട്ടു. UDF പിന്തുണ സ്വീകരിക്കുന്നതായും പ്രതികരണം. അവരിന്നലെ വന്ന് പിന്തുണ പറഞ്ഞല്ലോ. ഇവിടുത്തെ മണ്ഡലത്തിലെ ലീഡേഴ്സ് മൊത്തം ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം, അതിനൊന്നും നമുക്ക് തർക്കമില്ല. US ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർ വക്താവ് അലി മുഹമ്മദ് നൈനി കൊല്ലപ്പെട്ടു. മുജ്തബ ഖമേനി ജീവനോടെ ഉണ്ടെങ്കിൽ കീഴടങ്ങണമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി ഡീലിനില്ലെന്ന് ട്രംപ്. ബഹ്റൈനിലും സൗദി അറേബ്യയിലുമായി നടക്കാനിരുന്ന ഫോർമുല 1 റേസ് റദ്ദാക്കി. രാജ്യത്ത് പ്രീമിയം പെട്രോളിന് വില കൂട്ടിയത് ₹2.30. അസംസ്കൃത എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലും യുദ്ധവും കാരണമെന്ന് വിലയിരുത്തൽ. ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പാളയം. സമാധാനം പുലരണമെന്ന് തന്നെയാണ് ലോകം മുഴുക്കയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും ഒരു സമാധാന കരാർ രൂപപ്പെടുത്താൻ ലോകരാഷ്ട്രങ്ങൾക്ക് സാധ്യമാവട്ടെ എന്നതാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ പ്രാർത്ഥന.